നിങ്ങളിങ്ങനെ തൈലം തേച്ചിരുന്നോളി. ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ. അതിനത്ര വേനൊന്നുമില്ലടാ. പിന്നെ വയസ്സായില്ലേ. ഇതെല്ലാം അമ്മമാര് സ്ഥിരം ഡയലോഗാ. ഒരാഴ്ചയും കൂടി നോക്കിയിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് കൊറോണയും നോക്കണ്ട, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോകാം. പിന്നെ വൈകുന്നേരം വരുമ്പോ ഇതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട. ആ, ഞാൻ പോയിട്ട് വരാം. ആ ചേച്ചിയെ. അയ്യോ, രാവിലെ തന്നെ എന്റെ ചൂലാണല്ലോ കണി. ആ പ്രശ്നമില്ല ചേച്ചിയെ, എനിക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അല്ല, ഇന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? ഉണ്ട്, ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി. എന്താ സ്ഥിതി? കൊറോണയൊക്കെ ഇങ്ങനെ കൂടി വരാണല്ലോ അല്ലേ? ഒന്നും പറയണ്ട, കൊറേ സ്റ്റാഫൊക്കെ ക്വാറന്റൈനിൽ പോയതുകൊണ്ട് ഡബിൾ ഡ്യൂട്ടിയാണ്. ആണോ? എന്താ ചെയ്യാ, നഴ്സായി പോയി. ആ, അല്ല രമേശ് ചേട്ടൻ വിളിക്കല്ലേ? ഓ, വിളിക്കലൊക്കെ ആ, വിളിക്കുമ്പോ ഞാൻ അന്വേഷിച്ചു പറയണേ. ആ, രമേശ് ചേട്ടൻ വിളിക്കുമ്പോ എല്ലാരെ പറ്റിയും ചോദിക്കാറുണ്ട്, ഞാൻ അങ്ങോട്ട് പറയാറുമുണ്ട്. പിന്നെ വരുന്ന ജനുവരിയിൽ വിസയുടെ കാലാവധിയൊക്കെ തീരെയാണ്, ചിലപ്പോ വരികയായിരിക്കും. അല്ലടോ വിനീതേ, ഇതെവിടെയാ പണി? മുസക്കാൻ്റെ അവിടെയാണ് ബിജുട്ടാ. നടക്കട്ടെ. എന്നാ ശരി അന്വേഷിച്ചേ, നിങ്ങളെ പണിയെടുക്കട്ടെ. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. വൈകുന്നേരം പാലത്തിനടുത്ത് കാണാം. ഓ, ഞാനവിടെ ഉണ്ടാവും. ശരി. എന്നാ ആ, നമ്മളെ പഞ്ചാരക്കുട്ടനല്ലേ വരുന്നത്? പഞ്ചാരക്കുട്ടനോ? ഓനെ പറ്റി ഇങ്ങക്ക് അറിയില്ല മക്കളെ. ഏയ്, ഓൺ ഡീസൻ്റാന്ന്. നല്ല ഡീസൻ്റാ. കുറുക്കാനാണോ? നിങ്ങളെന്താ വിജയേട്ടാ ഒരു മോനെ വെച്ച് സംസാരിക്കണേ? അതൊന്നുമില്ല മോനെ, അതൊക്കെ എനിക്ക് വഴിയെ മനസ്സിലായിക്കോളും. വിനീതേ വാടാ. ഇല്ല, ഇപ്പൊ വന്നാ ശരിയാവില്ല. ഓ, എന്താ അങ്ങനെ പറഞ്ഞു പോയത്? ഇനി നമ്മള് പറഞ്ഞേറ്റം കേട്ടോ? പോടാ, ഓനെന്തോ സ്വപ്നം കണ്ട് നടക്കാം. മോനെ, ചായയും പലഹാരമൊക്കെ മേശപ്പുറത്തുണ്ടേ, സമയത്തിനടുത്ത് കഴിച്ചോളണം. ഞാൻ ഇറങ്ങാ. അവന്റെ ഒറ്റ ആളെ നിർബന്ധം കൊണ്ടാണേ ഞാൻ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി മാമന്റെ അടയ്ക്ക് പോണത്. ഇന്റെ കൈക്കിപ്പോ അതിനത്രയും വേദനയൊന്നും ഇല്ല. അതിന് പറഞ്ഞ ആൾക്കൂട്ട് മനസ്സിലാവൂല്ലോ. പിന്നെ ഉച്ചവരെ കിടന്നുറങ്ങാൻ നിക്കണ്ട. ആ, ഹലോ. ആമനെ. അമ്മേ, നിങ്ങൾ അറിഞ്ഞില്ല ചേച്ചിന്റെ കാര്യം? ആ, മാമ പറഞ്ഞ ഞാൻ അറിഞ്ഞു മോനെ. വർക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോഴാ കൊറോണ പോസിറ്റീവ് ആയത് അറിഞ്ഞതമ്മേ. പറഞ്ഞു നമ്മൾ അടുത്ത് വരെ എത്തിയില്ലേ മോനെ. ഈശ്വര, എന്താ ചെയ്യാ? ഇനി ഇവിടെ ആർക്കും ഇല്ലാണ്ട് അങ്ങോട്ട് മാറട്ടെ. എന്നാ ശരി അമ്മേ. നമ്മളെ രാമനായർ പറഞ്ഞല്ലോ വിനീതിന് കൊറോണ ആണെന്ന്. അത് ശരിയാണോ? കറക്റ്റാണ്. ഓനെന്നെ സംശയം തോന്നിയിട്ട് ഹെൽത്തിന് വിളിച്ച് ടെസ്റ്റ് ചെയ്താണ്. കഷ്ടായി പോയില്ലേ? എന്ത് കഷ്ടം ചെങ്ങായേ. ഓന്റെ കയ്യിലിരിപ്പുണ്ടോ ഓൻ അസുഖം വന്നു.
ഞാൻ പലപ്പോഴും രമേശൻ്റെ ഓളും ഓനും കൂടി ശൃംഗരിച്ച് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്താണ് വിജയേട്ട പറയണേ? അല്ലെങ്കിൽ ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, ഓളെ വീട്ടിൽ ടെസ്റ്റ് നടത്തിയിട്ട് എല്ലാവർക്കും നെഗറ്റീവ്, പിന്നെ ഈ അയൽവക്കത്തുള്ള ചെക്കന് മാത്രം എങ്ങനെ പോസിറ്റീവായി? വിജയേട്ടാ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റാണ്. അത് മാത്രല്ലാന്ന് ഓൻ കുറച്ച് ദിവസമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. എങ്ങനെ പുറത്തിറങ്ങാ? അവര് തമ്മിൽ പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നു. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ അവിഹിതം. നിങ്ങളൊരു ചെക്കനെയും പെണ്ണിനെയും പറ്റിയിട്ട് ഇങ്ങനെ വേണ്ടാതീനം പറഞ്ഞുണ്ടാക്കരുത്. നാട് മൊത്തം കൊറോണയാണ്, എവിടുന്നും ഉണ്ടാവാ. ഈ വിശ്വസിക്കണ്ടടാ. ആ ഇത് പക്ഷെ അടക്ക്, എന്നോട് കാര്യം പറയട്ടെ. ഈ അറിഞ്ഞു നമ്മളെ വിനീതിന്റെ കാര്യമൊക്കെ? ഹലോ ലീലെടുത്തിയേ. ആ വസന്തേച്ചിയെ, വിനീതിനിപ്പോ എങ്ങനെയുണ്ട്? വിനീതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ട് ഡിസ്ചാർജ് ആയിട്ട് വരും. വസന്തേച്ചിയെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ടായിരുന്നു. നിങ്ങൾക്കതൊരു വിഷമാവോ? എന്താ ലീലെടുത്തിയത്? നിങ്ങൾ എന്തായാലും പറഞ്ഞോളി, എനിക്കൊരു വിഷമം ഉണ്ടാവില്ല. എന്താ എൻ്റെ ഈശ്വര ഞാൻ ഈ കേൾക്കുന്നത്? മരിക്കുന്നത് വരെ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ഒരു അച്ഛൻ്റെ മോനാവൻ. കേൾക്കുന്ന ഒന്നും സത്യാവരുതെന്ന എൻ്റെ പ്രാർത്ഥന. എന്താ അമ്മേ, നിങ്ങൾ പേടിച്ചു പോയോ? അതേടാ, അന്റെ കാര്യത്തിലേക്ക് ഇപ്പൊ നല്ല പേടിയുണ്ട്. അതെന്താ അമ്മേ? ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ എന്നെ കയറൂരി വിട്ടോണ്ടാ ഇപ്പൊ ഇങ്ങനെയായി പോയത്. അതിനെന്താ അമ്മ ഉണ്ടായത്? അതിനെന്താന്നോ, നട്ടപ്പാതിരക്കെ ആരും കാണാതെ ഒളിച്ചും പാത്തും പോകുന്നതേ ആരും കണ്ടിട്ടില്ല എന്നൊന്നും ഈ വിചാരിക്കണ്ട. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ദേ, അനു ഇയും കൂടി ചേർന്നേ ആ രമേശന്റെ ജീവിതം നശിപ്പിക്കണ്ട. ആ ശാപം തീർത്താ തീരൂല. നിർത്തമ്മേ. ആ ബിജുവിന്റെ വായന ഇങ്ങനത്തെ കള്ളക്കഥകൾ നാട്ടിൽ മൊത്തം പാട്ടായത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മ എന്നെ വിശ്വസിക്കരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റൂല. എന്താ സംഭവിച്ചു ഞാൻ അമ്മയോട് പറയാം. ഏതായി ചങ്ങായി വെള്ളടിച്ച് കിടക്കാണെന്ന്? നിങ്ങൾ വണ്ടി ഇടിക്ക്. അല്ല പിന്നെ നമുക്ക് പോവാ.
എന്തേട്ടാ? വിനീതേ, നമ്മൾ ചെയ്ത ഏതാണെങ്കിലും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് അയാളെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്തേട്ടാ? ഇപ്പോൾ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടായിരുന്നു. രോഗികൾക്ക് മസ്റ്റായും കൊറോണ ടെസ്റ്റ് നടത്തണമല്ലോ. അയാൾക്ക് കൊറോണ ഉണ്ടായിരുന്നു. അയ്യോ, ഇന്നെന്താ ചെയ്യാ? നമ്മൾ രണ്ടുപേരും ക്വാറന്റൈനിൽ നിൽക്കണം. എന്നാ ശരി. എന്നാൽ ശരി. എന്നാലും അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വിജയേട്ടാ, നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയല്ലേ ഒരു സത്യം ഉണ്ടാവില്ല എന്ന്. എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു. പോടാ, ഈ മൂപ്പരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളല്ലേ. എന്നിട്ടിപ്പോ ഈ ഇങ്ങനെ വിളിച്ചോ? അത് പിന്നെ ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അയാളെന്നാടെ വീണെടുക്കണ സമയത്ത് തിരിഞ്ഞു നോക്കാതെ പോകുന്ന ആളാ ഞാനും. പക്ഷെ നമ്മളെ വിനീതിനത് തോന്നിയില്ല. അതാണ് നമ്മളും വിനീതും തമ്മിലുള്ള വ്യത്യാസം. വിജയേട്ടാ, വിനീത് വരുന്നുണ്ട് കേട്ടോ. എന്നാലേ ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ പോട്ടെ. അല്ല വിജയേട്ടാ, ഞങ്ങളെ എങ്ങോട്ടാ പോണേ? അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. എൻ്റെ വയറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ വയറ് ഞാൻ ആൾക്കി തരാന്ന്. വേണ്ട വിനീതേ, അവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ എന്ന് എന്താ നിങ്ങൾക്ക് നാണക്കേടാവുണ്ടോ? എന്നെ അനുചേച്ചിയും കൂട്ടിച്ചേർത്ത് നാട്ടിൽ മൊത്തം പാടി നടന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ നാണമാനൊന്നും? പറ്റിപ്പോയടാ. എന്ത് പറ്റിപ്പോയിന്ന്? നമ്മുടെ സർക്കാരും അനുചേച്ചിനെ പോലത്തെ ആരോഗ്യ പ്രവർത്തകരിലേക്ക് കാണായിരുന്നു. ഇവരൊക്കെ ഒരൊറ്റ പരിശ്രമം കൊണ്ടാ നമ്മൾ അധികം പരിക്കില്ലാണ്ട് കൊറോണയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതും കൂടി ഓർത്തില്ലല്ലോ നിങ്ങള്. ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ തല്ലാത്ത എന്താണെന്നറിയോ? തല്ലിയ പിന്നെ കൊറോണ പോലും പേടിച്ചോടുന്ന ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴുകിയാൽ പോലും ആ നാറ്റം മാറൂല.